സാമഗ്രിയായത്. അപ്പോൾ ദൈവമല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മൾ വേറെ വേണമെന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ. നമ്മളെല്ലാവരും എത്തിച്ചേരേണ്ട ഇടവും അത് തന്നെയാണ്. സ്വർഗം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുത്തോടൊത്തിരിക്കാവുന്ന സാഹചര്യം പറഞ്ഞു വരുന്നത് മതങ്ങൾ ഇതിന് വിശദമായിട്ട് പറഞ്ഞൊരു കാര്യമാണത്. ഞാൻ എൻ്റെ ഏകദേശ രൂപം എനിക്കറിയാവുന്ന ഇത് പറഞ്ഞത് മാത്രം. മോക്ഷത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്തിച്ചേരേണ്ടതിനിടം എന്ന് പറയാം. പക്ഷെ വിശദമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തിച്ചേർന്ന ഇടമാണ് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ. അതിനെന്താ ചെയ്യേണ്ടത്? ഈ കാണുന്നതും കേൾക്കുന്ന അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തോടുള്ള കഠിനമായിട്ടുള്ള മമത, ആ മമത ഒന്നൊന്നായിട്ട് നമ്മൾ മാറ്റിവെച്ചാൽ ഇത് ഇന്ന് ഉണ്ടാകുന്നത് നാളെ ഇല്ലാതാകുന്നത് ഇടയ്ക്ക് വെച്ച് നിലകൊള്ളുന്നത് മാത്രമായിട്ടുള്ള ചില പ്രതിഭാസങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ ബാക്കിയുള്ള നമ്മൾ സ്വർഗസ്ഥരാണ്. സമാധാനമാണ്. നമുക്കെപ്പോഴും ധ്യാനപൂർണ്ണമായിട്ടുള്ള മനസ്സാണുള്ളത്. പക്ഷെ നമ്മുടെ മനസ്സിങ്ങനെ ചിന്നിതറി പോകുന്നു അർത്ഥം. ആ ചിന്നിച്ചിതറി പോകുന്ന അവസ്ഥകൾ അതിനെ പരിപൂർണ്ണമായിട്ട് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവിത്തിരിമയിൽ തന്നെ ധ്യാനത്തിൻ്റെ മേഖലകളിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടി അദ്ദേഹം അത് ചെയ്തതെന്ന് അർത്ഥം. കുറിക്കാത്ത കാര്യമായിട്ട് നമ്മൾ അറിയും ദാറ്റ് ഈസ് ടു ബി നോൺ റിയലി നമ്മൾ സ്വർഗസ്ഥരാണെന്ന് അറിയണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ നരകസ്ഥരല്ലെന്ന് അറിയണം. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പുറകിൽ പോവുക. കമ്പാരിസണൊക്കെ ഭയങ്കര കാര്യമാണ്. എനിക്ക് അവനെപ്പോലെ ഇതിനെപ്പോലെ ആകണം. ഇതെല്ലാം കഴിഞ്ഞ് 68 വയസ്സായി 70 വയസ്സായി. അത് കഴിഞ്ഞപ്പോൾ വേറൊരു മോഹം. 70 വയസ്സായുള്ള ആൾ അയാളുടെ മോൻ ദുബായിൽ ജോലി ചെയ്ത് വരുന്ന സമയത്തെ എനിക്കൊരു വർക്കർ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ശക്തി പ്രവർത്തിക്കണത്ര എന്ന് പറയുന്ന ഒരു സാഹചര്യം. അതായത് മോഹങ്ങൾ അവസാനിക്കുന്നില്ല. അയാളൊരിക്കലും സ്വർഗം കാണുന്നില്ല എന്നർത്ഥം. ഇത് അവസാനിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് മരിച്ചു പോയിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് അത് നമ്മൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു വിശ്വാസം മാത്രമാണ്. പക്ഷെ ഇവിടെയുള്ള സ്വർഗം സൃഷ്ടിക്കാന്ന് ഞാൻ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ വാക്കുകൾക്കിടയിൽ വായിച്ചു നിൽക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. സ്വാമി ഉപനിഷത്തിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഉപനിഷത്തുകളുടെ ഒറിജിൻ എവിടെയാണ്? പിന്നെ അതിൽ എത്രത്തോളമാണ് ഇസ്ലാമായിട്ടും ഖുർആനായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട്? അതിനെങ്ങനെ? അപ്പം അതുപോലെ തന്നെ ഗീതയും ഉപനിഷത്തുമായിട്ടുള്ള ഒരു എനിക്കറിയാം വ്യത്യാസം. എന്നാലും ഉപനിഷത്തിനെ കുറിച്ച് കുറച്ചും കൂടെ അതിൻ്റെ ഒറിജിനും കാര്യങ്ങളും പറയും. ഇതിൻ്റെ ഒറിജിൻ ഇസ്ലാം. അതിൻ്റെ തത്വസംഹിതയുടെ ഒറിജിൻ എവിടെയാണ് പറയാൻ പറ്റില്ല. അതിവിടെ ഉണ്ട്, എന്നും ഉണ്ട്. അതായത് ഒരു ആപ്പിൾ താഴ്ത്തിയിട്ട താഴത്ത് തന്നെ വരുന്നത് സത്യമാണ്. പക്ഷെ അതിന് ചില നിർവചനങ്ങളൊന്നും കൊടുത്തു മാത്രം ഐസക് ന്യൂട്ടൻ എന്തുകൊണ്ട് താഴ്ത്തി വരുന്നു. പക്ഷേ ഐസക് ന്യൂട്ടൻ ഇത് പറഞ്ഞതിന് ശേഷമാണ് ആപ്പിൾ താഴോട്ട് വരാൻ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല. ആയതുകൊണ്ട് നബിത്തിരുമേനിക്ക് മുൻകൂടി ഇസ്ലാമുണ്ട്. ഇസ്ലാം അപൗരുഷേയമാണെന്നർത്ഥം. അത് എവിടെ നിന്ന് ഉണ്ടായി ചോദിക്കാൻ പറ്റില്ല. ഇറ്റ്സ് കമ്മിങ് ഡൗൺ ഫ്രം സംവെയർ. ഈശ്വരതത്വമാണെന്നർത്ഥം. അള്ളാഹുവിൻ്റെ വാക്കുകളാണെന്നർത്ഥം. അതുകൊണ്ട് അതിൻ്റെ മൂലം തേടി പോകരുത്. ഇസ്ലാമിൻ്റെ മൂലം തേടി പോകരുത്. നല്ലൊരു മുസ്ലിമിൻ്റെ മൂലം തേടി പോകാം. അല്ലെങ്കിൽ മുസ്ലിം മറ്റേ ആ ഒരു വർഗത്തിൻ്റെ മൂലം തേടി പോകാം. നമ്മൾ എത്തുന്നത് പ്രവാചകനിലും ഖുറാനിലും ഒക്കെ ആയിരിക്കും. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞ സങ്കല്പം ഏകദൈവമാണ് സത്യം എന്നുള്ള സങ്കല്പം ഒരാൾ പുതുതായിട്ട് ഉണ്ടാക്കിയതല്ല, ആരും ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് അതിനെ അപൗരുഷയം എന്നാണ് പറയുക. ഒരു വ്യക്തി അയാളുടെ കഴിവുകൊണ്ട് പൗരുഷം എന്നതിന് പറയുക. അതുകൊണ്ട് ഉണ്ടാക്കിയതല്ല ഈ സങ്കല്പങ്ങൾ. ഈ മോക്ഷസങ്കല്പമാകട്ടെ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അള്ളാഹു സങ്കല്പമാകട്ടെ അത് എന്നും നിലനിന്നിരുന്നതാണ്. പല രൂപത്തിലും ഭാവത്തിലും എന്നും നിലനിന്നിരുന്നു. ഈ ഭൂലോകം ഉണ്ടായിരുന്ന അനാദിയാണെന്നർത്ഥം. അള്ളാഹു എന്ന സങ്കല്പം അള്ളാഹു ആയിരിക്കില്ല പറയുണ്ടാവുക. അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതേ രീതിയിലല്ല നമ്മൾ ഉച്ചരിച്ചിട്ടുണ്ടാവുക, അല്ല അതേ രീതിയിലല്ല അവിടെ നടമാടിയിട്ടുണ്ടാവുക. പക്ഷെ ആ അൾട്ടിമേറ്റ് സങ്കല്പം ഈശ്വരൻ ഒന്നേ എന്നുള്ള സങ്കല്പം ചിന്തിക്കുന്ന എല്ലാ ജനതയ്ക്കും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദിനോസാറിന് വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത് അപൗരുഷേയമാണ്. അതെവിടെ നിന്ന് അതിൻ്റെ മൂലാധാരം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഉപനിഷത്ത് ആരും എഴുതിയത് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഉപനിഷത്ത് സങ്കല്പങ്ങളെയും എഴുതിയവരേക്ക് നമുക്കറിയാൻ പറ്റും, സംസ്കൃതമൊക്കെ അല്ലേ. പക്ഷെ അതിൻ്റെ ഈ പറയുന്ന ബ്രഹ്മസത്യം ജഗന്മിത്യം, ബ്രഹ്മം മാത്രമാണ് സത്യം. കാണാനും കേൾക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഈ ലോകം മിഥ്യയാണ്. ഉള്ളതുപോലെ തോന്നുന്നതാണ്. ഉള്ളതുപോലെ തോന്നുന്ന വെച്ചാൽ ആകാശത്ത് ആനയുണ്ടാവും, മേഘങ്ങൾ ആനയുണ്ടാക്കും. അപ്പോൾ കുട്ടികൾ പറയും അമ്മ ആന അങ്ങോട്ട് ഓടിവാ എന്ന് പറയും. അമ്മ ഒരുപാട് അപ്പോൾ ഓയി എന്ന് പറയും. ആന അവിടെ ഉണ്ടായിരുന്നത് സത്യമാണ്. പക്ഷെ അത് മുമ്പുണ്ടായിരുന്നു, ഇപ്പോഴോ ഇല്ല. അതിൻ്റെ ഇടക്കാലത്ത് അത് നിലനിന്നിരുന്നു. ഇത്രയേ ഉള്ളൂ ലോകം. ആ ലോകത്തെ ആ രീതിയിൽ അറിയുന്നവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ അറിയുന്നു എന്നർത്ഥം. ഈ ഒരു സങ്കല്പമാണ് ഉപനിഷത്ത് സത്യം. അതാണ് മിഥ്യ എന്ന് പറയുന്നത്. സത്യം ഒന്നേ ഉള്ളൂ, അസത്യം ഇല്ലാത്തതാണ്. മിഥ്യ എന്ന് പറഞ്ഞാൽ അസത്യത്തിൽ സത്യത്തെ കാണുകയാണ്. അസത്യത്തിൽ സത്യത്തെ കാണുക വെച്ചാൽ ഒരാൾ കണ്ടു ബോധം കെട്ടു. എന്തിനാ അറിയാമോ? പ്രേതത്തെ കണ്ടിട്ട്.
ബോധം കെട്ട് കിടക്കുകയാണ്. ആൾക്കാർ ഓടിക്കൂടി പോയാണ് ഇങ്ങനെ ഉറങ്ങിച്ച് കിടക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് അയ്യോ നില വിളിക്കുകയാണ്. അവസാനം ഒരുവിധം എഴുന്നേൽപ്പിച്ചു ഇനി ആരെയും വഴിക്ക് വരുന്ന ഇവിടെ പ്രേതം ഉണ്ടെന്ന്. എവിടെയാണ് ഞങ്ങൾ നോക്കുന്നത്? എവിടെയാണ്? അവിടെ കിടന്ന് ഒരാൾ കിടന്ന് ആടണം കണ്ടു വന്നു. നോക്കിയപ്പോൾ അവിടെ അപ്പുറം ആടുന്നുണ്ട്. രാത്രിയാണ്. മറ്റേ വെള്ളി വെളിച്ചത്തിൽ മറ്റേ ഒരു വാഴയുടെ ഇല മാത്രം കിടന്നില്ല. ചിലപ്പോൾ നമുക്ക് കാണാം ഒരു ഇല മാത്രം കിടന്ന് ഇങ്ങനെ ആടണം കാണാം. അതുകൊണ്ട് അയാൾ ബോധം കിട്ടുന്നത് അയാൾ കണ്ടത് ശരിയാണോ? അയാൾക്കത് സത്യമാണ്. പക്ഷെ അതില്ലാത്തതല്ലേ. പ്രേതം അല്ലാത്ത ഒന്നിനെ വാഴയിലയിൽ പ്രേതത്തെ കണ്ട് ബോധം കെട്ടു വീണു. അയാൾക്കൊരു സത്യമാണ് വാസ്തവത്തിൽ. പക്ഷെ സത്യത്തിൽ അത് അസത്യത്തിൽ സത്യത്തെ കാണാനും മിഥ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകം മിഥ്യയാണെന്നർത്ഥം. ഇതാണ് ഈ പറയുന്ന ഉപനിഷത്തിന്റെ പ്രധാനപ്പെട്ട സങ്കല്പം. ഗീത എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിനെ മനസ്സിൽ വെച്ചുണ്ടാക്കിയ നല്ലൊരു പാട്ട് കച്ചേരി. അതിന് പ്രാധാന്യമില്ല. ഇവിടെ ഹിന്ദുക്കളെ വിചാരം ഗീതയാണ് തന്റെയൊക്കെന്ന് വിചാരിക്കും. ഗീത പ്രമാണമല്ല, ഹിന്ദുക്കളുടെ പ്രമാണമല്ല ഗീത. അത് നല്ലൊരു പാട്ട് കച്ചേരിയാണ്. നമുക്ക് മറ്റേ ചെല്ലാൻ പറ്റിയൊരു സാധനമാണ് വാസ്തവത്തിൽ. വേദം അങ്ങനെ പറ്റില്ല. ഇതെന്ന് പറഞ്ഞാൽ നരൂപമസ്യേകതോപലഭ്യത. അത് യേശുദാസ് പാടുന്നത് കല്യാണിയിലകത്ത് നരൂപമസ്യേകതൊക്കെ ചെല്ലാൻ നല്ല രസമാണത്. പക്ഷെ അതിനകത്ത് ഗീതയ്ക്ക് വേറെ കാര്യം കൂടി പറയാം. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഗീതയ്ക്കകത്ത്. കർമ്മയോഗം പറയുമ്പോൾ അതാ ശരി എന്ന് പറയും, ഭക്തിയോഗം പറയുമ്പോൾ അതാ ശരി എന്ന് പറയും. അതുകൊണ്ട് ഗീത ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വലിയ കാര്യമായിട്ട് അംഗീകരിക്കുന്നില്ല. കാരണം ഞങ്ങൾ പറയുന്ന സമയത്ത് അത് ഉപനിഷത്തായിട്ട് ഘടിപ്പിച്ച് പറയുന്നു മാത്രമേ ഉള്ളൂ. ഉപനിഷത്താണ് അൾട്ടിമേറ്റ്. അതിനകത്ത് വേറെ കൂട്ടുകൃഷിയൊന്നുമില്ല, കൂട്ടിച്ചേർക്കുന്ന മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഉപനിഷത്തിനെ മനസ്സിൽ വെച്ചുകൊണ്ട് ഉള്ള, അതായത് ശ്രുതിയെ മനസ്സിൽ വെച്ചുകൊണ്ടുണ്ടാക്കിയ സ്മൃതി രൂപങ്ങളാണ് ഈ പറയുന്ന മറ്റെന്തായാലും പറയാ ഗീത പോലുള്ള കാര്യങ്ങൾ. ഗീതയിലൂടെ നമുക്ക് ഉപനിഷത്തിൽ കയറി പോകുന്ന ചിലപ്പോൾ അമളികളൊക്കെ പറ്റും. പിന്നെ പുരാണങ്ങൾ എന്ന് പറഞ്ഞാൽ പുരാ ഇവ അതിനാഭി നൂതനം. അന്നുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്നും അതെ. അതായത് നന്നായിട്ട് ജീവിക്ക്, മറ്റു സഹനത്തോടെ ജീവിക്ക്, വൃത്തിയായിട്ട് ജീവിക്ക് എന്നിത്യാദി കാര്യങ്ങൾ. ഗീതയിൽ പിന്നെ കൂട്ടത്തിൻ്റെ കാര്യം പറയാം. ഈ ഹറാമും ഹലാലും ഉണ്ടല്ലോ, നിങ്ങളാരും ആ ചോദ്യം ചോദിച്ചില്ല, എന്താണെന്ന് അറിയില്ല. അതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ ഹറാമും ഹലാലും ഗീതയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്താത്തപ്പോൾ അരിയാർ കാസ്മി പറഞ്ഞത് ഇപ്പം തന്നെ അയച്ചു തരാം ശ്ലോകം. എൻ്റെ ഒരു പുസ്തകമില്ല, എൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചതിന് പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. ആയു സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധനാഹ രസ്യ സ്നിഗ്ധ സ്ഥിരാഹൃദ്യാഹ ആഹാര സാത്വിക പ്രിയാക. ഹലാല് ആയു സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധനങ്ങളായിട്ടുള്ള സാധനങ്ങൾ. ആയു സത്വ ബലാരോഗ്യം ഇതിലേക്കും വർദ്ധിപ്പിക്കുന്ന ആഹാരങ്ങൾ. ആയു സത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധനാഹ രസമായിട്ടുള്ളത്. അത് നമ്മളിപ്പോൾ ചെയ്യുന്ന ചോറിൻ്റെ പരിപാടി വെച്ചാൽ അരി വാങ്ങിച്ചിട്ട് നെല്ല് വാങ്ങിച്ചിട്ട് പുഴുങ്ങിയിട്ട് ആ വെള്ളം കളയും, അത് പശുവിന് കൊടുക്കും. അതിൻ്റെ ഉമി കളയും, അത് പശുവിന് കൊടുക്കും. തവിട് കളയും, അത് പശുവിന് കൊടുക്കും. എന്നിട്ട് ഈ ചോറ് നമ്മൾ 3 വട്ടം തിളപ്പിക്കും. എന്നിട്ട് അതിൻ്റെ കഞ്ഞി പശുവിന് കൊടുക്കും. അവനെ പിടിച്ചാൽ കിട്ടില്ല. നമ്മൾ ഈ ചണ്ടി തിന്നിട്ട് അത് മറ്റേതാക്കി താഴ്ത്തി വിടും. അപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് രസ്യ, ഈ ചോറ് പറഞ്ഞ സാധനം, അതാണ് ഏറ്റവും വലിയ. ഞാനൊക്കെ എൻ്റെ വക്താവാണ് കേട്ടോ. രസ്യ എന്ന് പറയുമ്പോൾ രസം കൃത്യമായിട്ടുള്ള രസ്യ, സ്നിഗ്ധമായിട്ടുള്ള, തിന്നുന്ന സമയത്ത് കണ്ണൊക്കെ കുപ്പിച്ച് തിന്നുന്ന ചില സാധനങ്ങളുണ്ട്. അതായത് രസ്യ, സ്നിഗ്ധ, സ്ഥിര, ശരീരത്തിൽ സ്ഥിരമായിട്ട് നിന്ന് കലോറി ഫുള്ളായിട്ടുള്ളത്. ചോറ് ഇത്ര കഴിക്കുന്ന സമയത്ത് 2 ഈ കാരക്ക, അത് നമ്മുടെ നിൽക്കും. 3 കാരക്ക നമ്മുടെ ഫ്ലൈറ്റിൽ 4 മണിക്കൂർ പറക്കാം. ഒരു പട്ടി ചോറ് തിന്നു അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വിശക്കുണ്ട് കേട്ടോ, എയർപോർട്ടിലേക്ക് വിളിക്കും. പക്ഷെ അതിനകത്തൊന്നുമില്ല. രസ്യ, സ്നിഗ്ധ, സ്ഥിര, കൃത്യമായിട്ട് ആഹാരം ഉണ്ടാക്കണം. ഇതന്നെയാണ് നമ്മൾ ഹലാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹറാമോ യാതയാമം ഗതരസം കൂടി പരീക്ഷിതം ചെയ്യുന്നത്. യാതയാമം എന്ന് പറഞ്ഞാൽ ഇന്നുണ്ടാക്കിയത് നാളെ എടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അത് മൃഗത്തിൻ്റെ ചില സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഈ മൃഗത്തിന് സ്വഭാവം ഉണ്ട്. എന്തിനും വസ്തുവിനെ കൊന്നു കഴിഞ്ഞാൽ ചോര കുടിക്കും. എന്നിട്ട് അതിൻ്റെ ചുറ്റവും കിടന്ന് നടക്കും. 2 ദിവസം കഴിയുമ്പോൾ ചീഞ്ഞത് വലിയ ഇഷ്ടവന്. ഇതുവരെ സാമ്പാർ ശരിക്കും കഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്നുണ്ടാക്കി നാളെ കഴിക്കണത്രേ. അതാണ് മൃഗത്തിൻ്റെ സ്വഭാവം വരികയാണേ. അവർ തന്നെ മീൻകറി കണ്ടിട്ടില്ലേ, മീൻകറി കഴിച്ച് ഇന്നുണ്ടാക്കിയിട്ടൊന്നും കഴിക്കാൻ പറ്റില്ല. അത് പുളിച്ച് വളിച്ച് യാതയാമം ഗതരസം, ശരിയായിട്ടുള്ള രസം പോയത്, പൂതി നാറ്റം വന്നു തുടങ്ങിയത്, പരീക്ഷിതം കൃത്യമായിട്ട് ദഹിക്കാത്തത്, ഉച്ഛിഷ്ടം നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊട്ട ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കുറച്ചെടുക്കും, ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കും, പിറ്റേന്ന് കുറച്ചെടുക്കും, ബാക്കി എല്ലാം പ്രകാരമുള്ള ചെയ്തത്. ഇത് ഉച്ഛിഷ്ടമാണ് വാസ്തവത്തിൽ. കടിച്ചു തിന്നുക, എന്നിട്ട് അതിൻ്റെ മേഘം വീണ്ടും കടിക്കുക, അപ്പോൾ വീണ്ടും തുപ്പൽമയാണ് കടിക്കുന്നത്. ഉച്ഛിഷ്ടം ഈ ചാമേദ്യം, ഉച്ഛിഷ്ടം അമേദ്യം. അമേദ്യം ഞാൻ മേധയ്ക്ക് കൊള്ളാത്തത്. നമ്മളെ മേധ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന വാക്കുകൾ, ആ വാക്കുകൾ തന്നെ നമ്മളുടെ മേധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിനും നമുക്ക് തീരുമാനം എടുക്കാൻ പെട്ടെന്ന് കഴിയുന്ന രീതിയിലുള്ള അതിനുള്ള ബുദ്ധി നമുക്കുണ്ടാവുന്നത്. ഈ സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യണം,
അയ്യോ പത്ത് നിലവിളിക്കല്ല. ആ മേധയ്ക്ക് കൊള്ളാത്ത അമേദ്യ തുല്യമായിട്ടുള്ള ആഹാരങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, താമസിക ആഹാരങ്ങൾ എന്ന് പറയുന്നു, ഹറാം എന്ന് പറയുന്നു. ഈ പറഞ്ഞത് ശരിയല്ലേ? വാസ്തവത്തിൽ ഹറാം എന്ന് പറയുന്നു. അവര് ഏറ്റവും ശിഷ്ടാസിന് സന്തഹ, നമ്മൾ എന്തൊരു ആഹാരം വെച്ചാലും അത് അള്ളാഹുവിന് സമർപ്പിച്ചിട്ട് തുപ്പിയിട്ട് നടത്തും. ഇപ്പോഴത്തെ പുതിയ അങ്ങനെ ഈ ഓം സഹസ്രേഷ പുരുഷ ആ പൂവൊന്നില്ലേ, പകാരം അതിന് പൂവൊന്നില്ലേ, ഇത് ഞാൻ മന്ത്രം ചെല്ലുമ്പോൾ ഒരു വസ്ത്രം വെച്ച് തുപ്പി നമ്പൂരിമാരും തുപ്പി തരൂല്ലേ, ഓം സഹസ്രേഷ പുരുഷ 3 വർഷം തുപ്പി നടത്തും. ആരെങ്കിലും തുപ്പിയിട്ട് ആഹാരം എവിടെയും കഴിക്കും. അതുമ്പോൾ കയറി പിടിച്ചിരിക്കുകയുള്ളൂ. ഇപ്പം ഇന്ന് ഞാനൊരു വീഡിയോ ഇട്ടുണ്ട്. ഇപ്പൊ സംഘികളെന്ന് പറഞ്ഞ വർഗമുണ്ടല്ലോ അവിടെ, അവര് പ്രധാന പരിപാടി നിങ്ങളുടെ മലപ്പുറത്ത് പന്നി കിട്ടും, കോഴിക്കോട് കിട്ടും, അവിടെയും കിട്ടും, UAE കിട്ടും, ദുബായിൽ കിട്ടും, അവിടെയും കിട്ടും. അതിന്റെ ലിസ്റ്റാണ് കൊടുത്തു. അതില്ല, അത് പോയി ചുറ്റിപ്പോയി നടത്തും. ഇപ്പൊ ഞാൻ കിട്ടുന്നുണ്ട്, എവിടെ വന്നാലും കിട്ടും. ഇപ്പം മറ്റേ സംഘിക്കുട്ടന്മാർക്ക് പന്നിക്കുട്ടന്മാർക്ക് വലിയ പ്രണയം, എവിടെ പോയി ഇവിടെ പന്നി കിട്ടും. അങ്ങനെ ഒരു വർഗം. അതിൽ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഈ വർഗങ്ങൾ നടന്നോട്ടെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ അച്യുതമേനുണ്ടായിരുന്ന മുഖ്യമന്ത്രി അച്യുതമേനാണ്. അച്യുതമേന്റെ മകനൊരു മരുമോൻ ഹരിദാസ് ഉണ്ടായിരുന്നു, ഹരി എന്നാന്റെ പേര്. പിന്നെ വിജയൻ ഉണ്ടായിരുന്നു. വിജയൻ പിന്നെ ഇപ്പോൾ റഷ്യയിലേക്ക് പോയിട്ട് വലിയ കുട്ടിയായി. ഈ ഹരി പോയിട്ട് കുറച്ച് ഇതിന്റെ ആളാണ്. അവൻ പോയിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കും. ആരും പിടിച്ചു കഴിഞ്ഞാൽ അച്യുതമേന്റെ മരുമോനെന്ന് പറയും. അന്ന് പോലീസുകാരൻ പിടിച്ചപ്പോൾ ഒരു അഗസ്റ്റിൻ ഒരാളുണ്ട്. അയാള് എപ്പോഴും തല്ലുന്ന ഒരാൾ. ആരെയും തല്ലും, ആദ്യം തല്ലും, പതിയും തല്ലും. ആ അച്യുതമേന്റെ മകനെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തു, DSP ഫോൺ ചെയ്തു. DSP അച്യുതന് ഫോൺ ചെയ്തു. അന്ന് അച്യുതനോട് അങ്ങയുടെ മരുമകൻ ഇവിടെ നിങ്ങളെന്താ അമ്മമാരോട് ചോദിച്ചിട്ടാണോ അവിടെ ശിക്ഷാരീതി നടപ്പാക്കണം, അപ്പൊ കൊടുത്തോട്ടെ. അപ്പൊ രസം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പറയുക, എന്നിട്ട് ഞങ്ങൾ ഹിന്ദുവിന്റെ ആൾക്കാരെന്ന് പറയുക, ഹിന്ദുവിന്റെ കൊടി പൊക്കി കാണിക്കുക, ഹിന്ദുവിന്റെ പേര് പൊക്കി കാണിക്കുക. നമ്മൾ ഹിന്ദുക്കൾ ഉണരണം. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദളിതന്മാർ ഉണരാൻ പാടില്ല, നായർ ഉണരാൻ പാടില്ല, ഈഴവൻ ഉണരാൻ പാടില്ല. പിന്നെ ആരാ ഉണരേണ്ടത്? എങ്ങനെയാ ഉണരുക എന്ന് അത് പറഞ്ഞു തരുന്നില്ല. എന്നാൽ ഹിന്ദുക്കളും ഉറങ്ങിക്കെടുക്കണം. അപ്പം യാതൊരു ശല്യമില്ല. ഇവിടുത്തെ ഈ സദസ്സിൽ പറയേണ്ടത് വലിയൊരു കാര്യം, ഞാൻ ഓർമ്മിച്ചു പോകുന്നൊരു കാര്യമാണ് അവസാനം പറയാമെന്ന് ചോദിച്ചാൽ, ഹിന്ദുക്കൾ ആരും മുസ്ലിങ്ങൾക്കെതിരല്ല. 99% ആൾക്കാർ അവരുടെ കാര്യം നോക്കി നടക്കുന്നവരാണ്. മറ്റേ തെരുവിലൊരു കല്യാണിക്കുട്ടിയമ്മയ്ക്കും തെരുവിലൊരു മാത്തുമ്മയ്ക്കും തമ്മിൽ ഒരു വൈരാഗ്യമില്ല. സാധാരണക്കാർക്ക് ഒരു വൈരാഗ്യമില്ല, ഇവിടെ ഒരു വൈരാഗ്യമുണ്ട്. പക്ഷെ കുറേ സാധനങ്ങൾ, അതായത് നമ്മൾ ഈ പായസം ഉണ്ടാക്കും, വലിയ ചരക്കെന്ന് പറയും. അതായത് ഒരു ആനയ്ക്ക് തൊലി നിൽക്കാം, അതിലേക്കാണ് ഗുരുവായൂർ പായസം ഉണ്ടാക്കുക. ഈ പായസം ഉണ്ടാക്കുമ്പോൾ മുകളിൽ 2-3 തട്ടുകൾ ഇട്ടിരിക്കുകയാണ്, വരകൾ. കാരണം എന്താ പറയുക, ഈ പായസം ഉണ്ടാക്കണമെങ്കിൽ എത്ര രൂപ വേണം, എത്ര പാല് വേണം, പാല് വറ്റിച്ച് 10-14 മണിക്കൂറിൻ്റെ പായസം ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഒരു പല്ലി വീഴാഴ്ച കഴിഞ്ഞില്ല, ഒരു പല്ലി വന്ന് വീണ് കഴിഞ്ഞാൽ ആ പല്ലിയുടെ ഭാഗം മാത്രം എടുത്ത് കളഞ്ഞ ബാക്കിയുള്ള പായസം നമ്മൾ കഴിക്കൂ. ഈ പല്ലിയുടെ സ്വഭാവമാണ് ഈ സംഘപരിവാറുകാർ കേരളത്തിൽ കാണിക്കുന്നത്. കാണിച്ചോട്ടെ, അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? അവരെ അന്തസ്സും ആഭ്യാത്യം മുഴുവൻ കളഞ്ഞു കുളിക്കുക എന്നല്ല. അവർക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? അവർക്കും നേട്ടമില്ല എന്നുള്ളതാണ്. വീരപ്പന് നേട്ടമുണ്ടായിരുന്നു, പൈസയുടെ നേട്ടമുണ്ടായിരുന്നു. വീരപ്പൻ നമുക്ക് ചിലപ്പോൾ എണീറ്റ് വരും, ആദരിച്ചു വരും പിടിക്കാൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഓരപ്പിടുക്കന്മാർ, അവർക്കും നേട്ടമില്ല, അവർ വീട്ടുകാർക്കും നേട്ടമില്ല, സമൂഹത്തിന് നേട്ടമില്ല, ആർക്കും നേട്ടമില്ലാത്ത കാര്യം പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ഒരു വിഡ്ഢിത. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ചർച്ച ചെയ്യേണ്ടി വന്നു. നമുക്ക് മാത്രമല്ല, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഹിന്ദല്ലേ, ഹിന്ദ് അൽ കാസ്മി, അവരിങ്ങനെയാണ് ബാപ്റ്റിസം. എനിക്കറിയില്ല, രാജകുമാരി എന്ന് പറയാൻ എനിക്കറിയുള്ളൂ. ബഹുമാനിതയായിട്ട് രാജകുമാരി വരെ പറയേണ്ടി വന്നു, ഇത്ര ആൾക്കാർ ഇവിടെ വരണ്ട, ഇനി എവിടേക്കാണ് പോകണമെന്ന് അറിയില്ല. വാസ്തവത്തിൽ ഭയപ്പെടണം. കാരണം ചിലപ്പോൾ പറയും ഈ ഇന്ത്യയിലുള്ള നായന്മാരിവിടെ വരണ്ട എന്നൊന്നും പറയാൻ നിൽക്കില്ല. ഇന്ത്യക്കാരിവിടെ വരണ്ട പറയും, ഒരിക്കലും ബംഗ്ലാദേശികളെ കൂട്ടിയ പോലെ മറ്റേ സൗദി അറേബ്യയിൽ. അതുകൊണ്ട് സത്യമായിട്ട് തുറന്നു പറയുകയാണ്, ഈ വംശത്തിൽ ഈ കൈകെട്ടികളെയും നെറ്റിലൊരു പൊട്ടും കൈവൊരു കെട്ടും കണ്ട നിങ്ങൾക്ക് വേണ്ടി പൈസ അയച്ചു തരാം, നിങ്ങൾ ഞങ്ങൾ ഗൾഫിലേക്ക് വരണ്ട, ഞങ്ങളുടെ ഒരു കുറ്റമുട്ടിക്കണം എന്ന് പറഞ്ഞ് ഒരെണ്ണത്തിന് പോലും വിസ കൊടുക്കാതിരിക്കുക. വാസ്തവത്തിൽ അതായത് ഒരു മാർഗമുള്ള വാസ്തവത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ കാര്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരം മാത്രമല്ല പറഞ്ഞത്, പല കാര്യങ്ങളും പറഞ്ഞു. ഉപനിഷത്തും മനുസ്മൃതി തമ്മിൽ ഒരു ബന്ധവുമില്ല. മനുസ്മൃതി ഒരുപാട് സ്മൃതികളുണ്ട്. അത് ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മുഴുവൻ ഡൊമിനേറ്റഡ് ആണ്. എന്ത് ഈ ബ്രാഹ്മിൻസ് ഡൊമിനേറ്റഡ്, അവർക്ക് പോസിറ്റീവായിട്ട് അവർക്ക് ഡൊമിനേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ബ്രാഹ്മണൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ശിക്ഷയില്ല, ശൂദ്രൻ കൊന്നാൽ ഇന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ മനുസ്മൃതി ഇപ്പൊ നിയമമല്ല. മനുസ്മൃതി ഹിന്ദുക്കൾ നിയമമാക്കിയിട്ടില്ല. ബ്രാഹ്മണങ്ങളായിരുന്നു ആദ്യത്തെ നിയമം. ബ്രാഹ്മണങ്ങൾ എന്താണെന്ന് പോലും ഇന്ന് ലോകത്തിൽ ഒറ്റ ഹിന്ദുക്കൾക്ക് അറിയില്ല. അത് കഴിഞ്ഞ് മനുസ്മൃതിയായി മാറി. ഇപ്പൊ മനുസ്മൃതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ലോകത്തിൽ മനുസ്മൃതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിനകത്ത് വർണ്ണവർഗ വിവേചനം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കഴിഞ്ഞു. ഇന്നിപ്പോൾ നമ്മുടെ മനുസ്മൃതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയാണ് നമ്മുടെ മനുസ്മൃതി. അതിലേ നമുക്ക് പിൻപറ്റാൻ പറ്റുള്ളൂ. അതിനല്ലേ പിൻപറ്റേണ്ടത്. അതിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്നത് വേറെ കാര്യം. അതിൻ്റെ നമ്മുടെ ആൾക്കാർ അത് നമ്മുടെ ഏത് രാഷ്ട്രത്തിനുണ്ടാവുന്ന ഒരു ശനിദശ അത് മാറിക്കിട്ടെന്ന് വിചാരിക്കാം. അതുകൊണ്ട് മനുസ്മൃതിയെക്കുറിച്ച് ഇനി ചിന്തിക്കേ വേണ്ട. മനുസ്മൃതി എന്ന് പറഞ്ഞാൽ പുസ്തകം പോലെ ചില ആൾക്കാർ നോക്കുന്നല്ലാതെ മനുസ്മൃതി ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ സനാതന ധർമ്മികളുടെയോ പ്രമാണമല്ലാതായി മാറിക്കഴിഞ്ഞു. അവിടെ അത് ചർച്ചയ്ക്ക് വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. Tommy's experience, does he think Hindu holy scriptures he studied have been modified by men in any form? എന്താണ് എനിക്ക് മലയാളം പറയുന്നത്? Okay, സ്വാമിജിയുടെ എക്സ്പീരിയൻസിൽ നിന്നും പഠിച്ച ഹോളി സ്ക്രിപ്റ്റേഴ്സ് ഗ്രന്ഥങ്ങളിൽ നിന്നും എന്തെങ്കിലും മനുഷ്യരായിട്ട് എന്തെങ്കിലും മോഡിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? മനുഷ്യന്മാരെ ഇന്റർഫിയറൻസ് വന്നിട്ടുണ്ടോ മനസ്സിലായില്ല. ഉപനിഷത്ത് മനുഷ്യരുടെ കൈകടത്തലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതായിട്ട് അത് തോന്നിയിട്ടുണ്ട്. ഉപനിഷത്തുകളിലെ മനുഷ്യൻ അതിന്റെ ശാസ്ത്രം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉപനിഷത്തുകൾ ആ കൈകടത്തലുകൾ പിന്നീട് വന്ന് പൗരുഷയം എന്ന് പറയാവുന്നത് പിന്നീട് വന്നിട്ടുള്ള ഭാഗവത പുരാണാധികാരികളിലാണ് വന്നിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ചോദ്യത്തിന് പ്രകടമായിട്ട് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. ഭാഗവതം ഉണ്ടാക്കിയത് ബ്രഹ്മാവാണെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഭാഗവതം അതിനകത്ത് മഹാനന്ദന്റെ കാര്യം പറയുന്നുണ്ട്. മഹാനന്ദനെ തോൽപ്പിച്ചുകൊണ്ട് ചാണക്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് മഹാനന്ദനെ തോൽപ്പിച്ചിട്ട് ചന്ദ്രഗുപ്ത മൗര്യനെ വീണ്ടും അധികാരത്തിൽ കയറ്റി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗവതം എന്താണ്ടായത്? കരികുള ചക്രവർത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ മറ്റേ റോം ചക്രവർത്തിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവതയ്ക്ക് അർവാചീനമാണ്, പുരാതനമല്ല അത്. 600 വർഷങ്ങൾക്ക് മുമ്പ് 700 വർഷങ്ങൾക്ക് മുമ്പ് വാമദേവൻ, അതിന് അവര് വാ എന്നുള്ള വാക്ക് അവർക്ക് ഉച്ചരിക്കാൻ പറ്റില്ല ബംഗാളികൾക്ക്. അവർ ബാന്ന ഉച്ചരിക്കുക. വാസു എന്നാണ്. സബിത എന്നല്ല, സബിത എന്നാ പറയുക. അവര് സബിത എന്നാ പറയുക. അപ്പോൾ അവർക്ക് വാ വരില്ല. അപ്പോൾ അവര് അവിടെയുള്ള വാമദേവൻ അങ്ങനത്തെ പേര് പിന്നെ ബൊപ്പദേവൻ എന്നാണ് പറഞ്ഞത്. അവര് ബൊപ്പദേവൻ, അതായത് പണ്ടുണ്ടായിരുന്ന ജയദേവ കവിയുടെ അനിയനോ ചേട്ടനോ മറ്റാണ് അദ്ദേഹം. അന്നുണ്ടായിരുന്ന കൗള സമ്പ്രദായത്തിലെ കുത്തിക്കയറ്റത്തിനെ എതിരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സിസ്റ്റമാണ് ഈ ദശാവതാര സിസ്റ്റമൊക്കെ ഉണ്ടാക്കിയിട്ട് ശ്രീകൃഷ്ണനേക്ക് ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്ന ഭാഗവതം. അപ്പോൾ ഭാഗവതം ഉണ്ടായിട്ട് 700 വർഷത്തിന് ഇപ്പോഴത്തെ ഭാഗവതം ഉണ്ടായിട്ടുണ്ട്. പുരാണങ്ങൾ അത്രയേ ആയിട്ടുള്ളൂ എന്നർത്ഥം. പക്ഷേ വേദങ്ങൾ അതുപോലെ ഉപനിഷത്തുകൾ ഉണ്ടായിട്ട് ഏകദേശം 8000 മുതൽ 6000, 7000, 8000 ഈശാവാസ ഉപനിഷത്തൊക്കെ ഉണ്ടായിട്ട് 10000 വർഷത്തെ ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ അതുണ്ടായത് എവിടെയെന്ന് ചോദ്യമുണ്ട്. പാകിസ്ഥാനില്ല. ഇനി പാകിസ്ഥാൻകാർ എന്തെങ്കിലും വിമറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ ഒന്നല്ല ഉപനിഷത്ത് ഞങ്ങളുടെ പറഞ്ഞാൽ കഴിയും. സത്യമല്ലേ ഇത്? അതായത് മറ്റേ മോഹൻജദാരോ, ഹാരപ്പ, ടാക്സില, തക്ഷശില, നമ്മുടെ ദ്രാവിഡ് ക്രിക്കറ്റ് പ്ലെയർ ദ്രാവിഡ്, അയാളുടെ ഒരു പ്രത്യേക സ്വഭാവം, അയാളുടെ സ്വഭാവം പ്രത്യേക സ്വഭാവം. കളിക്കാനറിയാം അയാളോടൊപ്പം. അയാളുടെ ചിന്ത വേറെ തരത്തിലാണ്. അവിടെ എല്ലാവർക്കും അയാളെ പേടിയാണ് വാസ്തവത്തിൽ. അയാൾ പാകിസ്ഥാനിൽ നിന്നിപ്പോൾ അവിടെ ഇമ്രാൻഖാനോട് അല്ല, മറ്റേ വലുതായിട്ട് പന്തടിയുന്ന ആളുണ്ടല്ലോ, ഷോയിബ് അഖ്തർ. ദ്രാവിഡിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പാകിസ്ഥാൻ ടീമിനെ കുറിച്ച് എന്താ അഭിപ്രായം? അയാൾ ഒരാളോട് മാത്രമേ ഞങ്ങൾക്ക് വിഷമമുള്ളൂ. അയാൾക്ക് മാറ്റി തന്നാൽ നന്നായിരുന്നു. ആരെ? ഷോയിബ് അഖ്തർ. അയാൾക്ക് മാറ്റി തന്നാൽ എനിക്ക് സമാധാനം. അതിന് ഷോയിബ് അഖ്തർ നല്ലൊരു കൂട്ടാളിയാണ്. അയാളോട് പറഞ്ഞാൽ എനിക്ക് തക്ഷശിലയിൽ പോകണം. അവിടെ പോയിട്ട് കാണുന്നുണ്ടായിരുന്നു ഈ തക്ഷശില ആ ഭാഗത്തുനിന്ന് സിന്ധു നദീ തട സംസ്കാരമാണ് വാസ്തവത്തിൽ വേദ സംസ്കാരം. അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചാൽ അതാണ് ഈ അഖണ്ഡഭാരതം എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ ഈ ഭാഗങ്ങൾ, അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗാന്ധാരദേശത്തു നിന്നാണ് കുന്തിദേവി അല്ല ഗാന്ധാരി വന്നിട്ടുള്ളത്. ഇങ്ങോട്ട് മറ്റേ ഗാന്ധാരിയുടെ ആങ്ങളില്ലേ, മറ്റേ ശബരി, പക്ഷെ അവിടുന്ന് വന്നിട്ടുള്ള സുബലൻ ആൾക്കാർ. അപ്പൊ അതും കൂടി ചേർന്നാലേ ഈ വേദത്തെ ഭാരതി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിനാണ് ഈ പറഞ്ഞു നടക്കുന്നത് പാകിസ്ഥാൻ കൂട്ടത്തിൽ ചേർക്കുന്നു പറഞ്ഞ് നടക്കുന്നത്. ഇപ്പൊ ശരിക്കും പറയാന്ന് വെച്ചാൽ ഇന്ത്യയിൽ വേദ സംബന്ധിയായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ഇന്ത്യയിൽ വേദ സംബന്ധിയായിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ പാകിസ്ഥാനിയുടെ വേദം പറ്റില്ല.
അതല്ല ഇയാൾ പറഞ്ഞത്, എന്താണ് പേര്, ഹിറ്റ്ലർ പറഞ്ഞത്, ആര്യന്മാർ ഞങ്ങളാണ് ശരിയാണ്. ശ്രീരാമന്റെ മൂക്കും ഉയരം തടിയും കാണുന്നത് ഇറാനികളുടെ ഇതാണ് കാണുന്നത്. ഇറാൻ സ്വദേശിയായിട്ടാണ് കാണുന്നത് ആര്യന്മാർ. ആര്യ എന്നുള്ളതന്നെ ഇറാൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ ഈ ആര്യാവർത്തം എന്ന് പറയുന്ന ഇന്ത്യൻ ദേശം ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന നിഷാദന്മാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. മൂക്ക് പരന്നതും താടിയെല്ലാം മേലോട്ട് ഉയർന്നതുമായിട്ടുള്ള ചെമ്പൻ മുടിക്കാർ. അവരാണ് താഴോട്ട് തള്ളി മാറ്റി ആര്യന്മാർ വന്ന് കയറി. പിന്നെ ആര്യ ദ്രാവിഡ സങ്കലനം അവിടെ നടന്നു. അതാണ് ഇപ്പോഴത്തെ ഹിന്ദു ദേശം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ സങ്കല്പങ്ങൾ ഉണ്ടായത് ഈ പറയുന്ന സിന്ധു നദി കടൽ സംസ്കാരത്തിൽ നിന്നാണ്, ഗംഗാ നദി കടൽ സംസ്കാരത്തിൽ നിന്നല്ല. സ്വാമിജിയുടെ വർത്തമാനത്തില് തുടക്കത്തിൽ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു നിരാശ കുറച്ച് നിരച്ചു കണ്ടു. പിന്നീട് കേരളത്തിലെ വലിയ ഹിന്ദു സമൂഹം യഥാർത്ഥത്തിൽ ഈ കാണുന്ന ഒരു കാലുഷ്യത്തിന്റെ പ്രതിനിധികളല്ല എന്നുള്ള വർത്തമാനം, അതവിടെ പ്രത്യാശയാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ സ്വാമി ഭാവിയെക്കുറിച്ച് കൂടുതൽ പ്രത്യാശയാണോ? ഭാവിയെക്കുറിച്ച് നമ്മള് ഒരു വിധത്തിലും മറ്റേ ഇപ്പൊ ഈ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് ഭാവിയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് വ്യാകുലതയുണ്ട്. കാരണം അവർ ചെയ്യുന്നത് ഹിന്ദുവിന്റെ പേരിലാണെന്നുള്ളതാണ് പ്രശ്നം. അവരെപ്പോഴും ചെയ്യുന്നത് പണ്ട് ഈ തെങ്ങില്ലേ, തെങ്ങുമ്പോൾ നമ്മൾ ഇത് പടർത്തും, എന്തായാലും പറയുക, കുരുമുളക് ചെടി പടർത്തും. കുരുമുളക് ചെടി അങ്ങനെ മേലോട്ട് വരുന്ന അവിടെ എത്തിയിട്ട് ഒരു ദിവസം കുരുമുളക് ചെടി പറയാണ്, ഞാനാണ് ഈ തെങ്ങിനെ നിലനിർത്തുന്നതെന്ന്. കുരുമുളകിനാണ് തോന്നിപ്പോയി, ഞാൻ ചുറ്റി നിൽക്കണോണ്ടാണ് തെങ്ങിൽ നിൽക്കണേന്ന്. ഇതാണ് ഇപ്പം ഇവരുടെ പരിപാടി. ഇവരല്ലേ ഹിന്ദുമതല്ല എന്നാ പറയുന്നത്. എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾക്കില്ലേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? വസിഷ്ഠനും വിശ്വാമിത്രനും കൂടെ ജീവിച്ച 6,000 ഉണ്ടായിട്ടാണ്. ഞാൻ അതോട് ചോദിച്ചു, നിങ്ങളുണ്ടായിട്ട് 500 വർഷമല്ലായിട്ടു. ഞങ്ങളുണ്ടായിട്ട് 50 വർഷമായിട്ടോ. പിന്നെ എന്തൊരു തേങ്ങയാണ്ടോ പറഞ്ഞു വെച്ചാൽ, കാരണം വെച്ചാൽ 400 വർഷം ഞാൻ പറയാറുണ്ട്, നിങ്ങളുണ്ടായിട്ട് 400 വർഷമല്ലേ ആയിട്ടു. ഞങ്ങൾ 1925 അപ്പൊ അതിനു മുമ്പ് ഈ സന്യാസിമാരൊന്നുണ്ടായിരുന്നില്ല ഇവിടെ. അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞ് പരത്തണം. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരേ വേവലാതി അവര് മുസ്ലിങ്ങളെ ആക്രമിക്കണോ അല്ലാതല്ല, അവര് ഹിന്ദുക്കളെ ആക്രമിക്കണമെന്നുള്ളതാണ്. ഹിന്ദു എന്ന് പറഞ്ഞാൽ ബബൂസിന്റെ മേലെയുള്ള കുരിപ്പുകളായിട്ട് മാറിയിരിക്കുകയാണ്. ഹിന്ദുവിനെ യാതൊരു പ്രശ്നമില്ല. പക്ഷെ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ എന്താ സ്ഥിതി? പ്രത്യക്ഷത്തിൽ കാണുന്ന സമയത്ത് നമ്മൾ വീണ്ടും മുമ്പിൽ എഴുതിയില്ല, ഇവിടെ പട്ടിയുണ്ട്. അപ്പൊ പട്ടികളെ ഒറ്റയ്ക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ഇവനാണ് മുമ്പിൽ നിന്ന് വരയ്ക്കുന്നത്. ഇതിന് ഹിന്ദു ഉത്തരവാദിയല്ല. അതുകൊണ്ട് അൾട്ടിമേറ്റ്ലി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തൊരു ദോഷം പറ്റിയത്, അവിടെ ഒരു കുരിപ്പ് വന്നു, അതൊരു ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴിയുന്നത്. അതിനുള്ള കഴിഞ്ഞ പ്രക്രിയയാണ്. കഴിഞ്ഞ വർഷം നമുക്ക് 11% കിട്ടിയത്. അതിൻ്റെ ഇടയിലാണ് മറ്റേ ഇയാളില്ലേ, അയാളുടെ പേരെന്താണ്, വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ വന്ന് പെട്ടു. രക്ഷപ്പെടുത്താനുണ്ടായത് ഇവിടുത്തെ എല്ലാവരും രക്ഷപ്പെടുത്തുന്ന ആൾ വേണ്ടിയിട്ട് ഇപ്പോൾ അത് വേറെ ഉള്ളൊന്നുമില്ല. ഉണ്ട് അങ്ങനെ ഇവിടെ രക്ഷപ്പെടുത്തി അയച്ചോടുകൂടി അവൻ മതം മാറി, അവൻ പോയി അവിടെ. അവന് അടുത്ത ലക്ഷം വരുന്ന സമയത്ത് 8% പകുതി കിട്ടും. 8% പകുതി എത്രയെന്ന് അറിയാം? 8% പകുതി. അവിടേക്കാണ് പോക്ക് നടത്തും. കുറെ ഇങ്ങനത്തെ അലവലാതി പിള്ളേർ കൂട്ടി. അത് ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ, നമ്മൾക്ക് രാഷ്ട്രീയം പറയല്ല, നമ്മൾ ചില കാര്യങ്ങൾ പറയാണ്. യു വിൽ ഗെറ്റ് യുവർ ഗവൺമെന്റ്, യു വിൽ ഗെറ്റ് യുവർ മറ്റേ ലീഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞത് എനിക്കറിയില്ല, ഞാനാണോ ഇനി ആരാണെന്ന് എനിക്കറിയില്ല. സത്യമാണത്. ഭക്ഷണ പ്രശ്നം മറ്റേ പറഞ്ഞിട്ടുണ്ട്, യു വിൽ ഗെറ്റ് യുവർ ഗവൺമെന്റ് എന്ന്. അതായത് അമേരിക്കക്കാർക്ക് മുഴുവൻ കിട്ടിയിരുന്ന തോക്ക് പിടിച്ച് നടക്കുന്ന ആൾക്കാർ, റൊണാൾഡ് റീഗനെ പോലുള്ള ആൾക്കാർ, അവർ മടുത്തു. അവസാനം കർഷകന്റെ മുഖമുള്ള ഒബാമയെ തിരഞ്ഞെടുത്ത അവസാനം അത് വലിയ വിജയമായിട്ട് മാറി. അപ്പൊ ഇവിടെ സത്യം പറഞ്ഞാൽ BJPക്ക് അവർ നല്ല നേതാവിനെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു നല്ല നേതാക്കളായിരുന്നാൽ കുമ്മൻ രാജശേഖരൻ അയാളിപ്പോൾ ഇങ്ങനത്തെ വൃത്തിയായിട്ട് വർത്താനം പറയും. നിങ്ങൾ തുപ്പിയില്ലേ, നിങ്ങൾ അവിടെ തുപ്പിയില്ലേ, ഞാൻ ഇവിടെ തുപ്പും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ. മറ്റേ രാജഗോപാലൻ അഡ്വക്കേറ്റാണ്, അങ്ങനെ ഇത് പറയും. ഇത് അതിന് പറ്റിയ ശരിക്കും പറയാൻ ഉമ്മൻചാണ്ടിയുടെ കയറി നമ്മൾ എണീറ്റ് നിൽക്കും. അല്ലെങ്കിൽ പിണറായി വിജയൻ വന്നു കഴിഞ്ഞാൽ മറ്റേ കോൺഗ്രസ്സുകാർ എഴുന്നേറ്റ് വെക്കും. അവർക്ക് അവരുടെ മുഖമുണ്ട് അവർക്ക്. പക്ഷെ ഈ ചെക്കൻ വന്ന് അവന്റെ മുഖം കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലെ വൈകൃതം എന്നറിയില്ല, ഒരു തെരുവ് ചട്ടമ്പി, ഒരു തെരുവ് ചട്ടമ്പിയുടെ രൂപമായിട്ട് ഒരാളെയാണ് ഈ സുരേന്ദ്രൻ നേടാൻ കിട്ടുന്നത്. അപ്പൊ അത് ആ ഒരു ശല്യം അത് സ്ലോലി അതിങ്ങനെ ഡിക്ലെയർ ആയിട്ട് പോകുന്ന എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത ഇലക്ഷനൊക്കെ മനസ്സിലാവും. ഇനി അവിടെ നിന്നുള്ള നോക്കി അവസാനിച്ചവർക്ക് മനസ്സിലായി ഇവരൊക്കെ ഇലക്ഷൻ നിൽക്കുന്ന അവിടെ നിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വർക്കുമില്ല, ഒന്നുമില്ല. കെട്ടിവെച്ചിട്ടുള്ള പ്രിന്റ് ചെയ്തിട്ടുള്ള നോട്ടീസുകൾ ബണ്ടിൽ അടക്കടത്തല്ല കത്തിയാൻ കൊണ്ടുപോയി. അതുകൊണ്ട് താല്പര്യമില്ല. അവർക്ക് ആ പൈസ കിട്ടണം. ഞാനൂര് ഇത്ര, കല്യാണിക്ക് ഇത്ര അവിടെ കൊടുത്തു, കാര്യം കഴിഞ്ഞ് ബാക്കിയുള്ള എൻ്റെ പോയിട്ട് കിട്ടും. ഇനി അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടിട്ട് കേരളത്തിലെ ശല്യം മിക്കവാറും അടുത്ത ലക്ഷം കൂടി തീരാനാണ് സാധ്യത. അപ്പം അതൊരു വലിയൊരു പ്രശ്നമായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്നർത്ഥം. വ്യക്തികളായിട്ടുള്ള ഹിന്ദുക്കൾ
99% അവരവരെ കാര്യം നോക്കി നടക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഭാവിയെക്കുറിച്ച് വിപുലമായിട്ട് സങ്കല്പമൊന്നും ഇല്ലാത്തൊരു വർഗ്ഗമാണ് ഈ ഹിന്ദുക്കൾ. ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് എങ്ങനെയും സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞീൻ്റെ വെള്ളം കുടിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ആൾക്കാർ. അതാണ് അവരുടെ സ്ഥിതി. അവരുടെ ഭാഗത്തുള്ള ത്രട്ടൻ സത്യത്തിൽ മുസ്ലിങ്ങൾക്കില്ല. സത്യസന്ധത അങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമിലേക്ക് ആകർഷിച്ചതെന്ന് പറഞ്ഞു. ഒരുപാട് ഫ്രണ്ട്സുകളും ഒരുപാട് സുഹൃത്തുക്കളും. അപ്പോൾ സാമജിക്ക് എത്രത്തോളം ആൾക്കാർ ഇതിലേക്ക് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? അതിൻ്റെ എനിക്ക് വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചിന്ത ഈ ഇസ്ലാമിൻ്റെ സങ്കല്പങ്ങൾക്ക് വളരെയധികം താതാത്മ്യം പ്രാപിച്ചുകൊണ്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഏകമത വിശ്വാസം എന്ന ഒരു ചിന്തയിലേക്ക് എത്താൻ പാടുന്നത്. അപ്പം അതിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എന്താണ് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനുള്ള? നിങ്ങളുടെ അത് ഏറ്റവും വലിയ ചോദ്യമാണത്. എന്തുകൊണ്ടാണ് അവരത് ശരിക്കും മറ്റേ കൊണ്ടുവച്ച് മൂടിയിട്ടുള്ളത്? ആരാ മൂടിയിട്ടുള്ളത്? എല്ലാ കാലഘട്ടത്തിലും വൈദ്യന്മാരാ മൂടിയിട്ടുള്ളത്. നബി തിരുമേനി തല്ലു കൊടുത്തതാരാ? ഓടിച്ചതാരാ? പട്ടിയിട്ടതാരാ? ക്രിസ്റ്റുകളാണ്, വൈദികന്മാരാണ് അല്ലേ? അന്നത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഖുറൈശികളുടെ വൈദികന്മാരാണ്. അവർക്കറിയാം ഇങ്ങനെയുള്ള സങ്കല്പം വന്നു കഴിഞ്ഞാൽ അവരുടെ സൂത്രപ്പണികൾ നടക്കില്ല എന്നറിയാം. യേശുക്രിസ്തുവിനെ തൂക്കി കൊന്നതാരാ? തൂക്കി കൊല്ലാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചതാരാ? അന്നത്തെ അവിടുത്തെ പരീശന്മാരാണ്. അതുപോലെ തന്നെ ഇവിടെ ശങ്കരാചാര്യ ഇവിടെ ഓടിച്ചതാരാ? ഇവിടുത്തെ മറ്റേ വൈദികന്മാരാണ്. ആ വൈദിക സമ്പ്രദായം ഇസ്ലാമിന് വൈദിക സമ്പ്രദായം ഇല്ല. എവിടെയുള്ള വൈദിക സമ്പ്രദായം? വൈദികനിലൂടെ ഇവരിപ്പോൾ കാണുന്ന വെച്ചാൽ ഒരു മതിൽ കെട്ടിയിട്ട് ഇവിടെ വൈദികനിരിക്കുന്നു, ഇവിടെ ഈശ്വരൻ, ഇവിടെ നമ്മൾ പാവങ്ങൾ. അപ്പം നമ്മൾ ഇങ്ങോട്ട് വിളിച്ചു പറയാം, ഇങ്ങനെ അവിടുന്ന് ഫോണിൽ ഇവിടെ വിളിച്ചു പറയും, എന്നിട്ട് അതിൻ്റെ കൂലി നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതാണ് ഇവർ പറഞ്ഞു പറ്റുന്നത്. അപ്പോൾ നമ്മൾ നമ്പൂരിമാരെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഒരു തൊട്ട് താഴെയുള്ള ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ പെരുമാറുന്നു. അപ്പോൾ ഈ ഒരു വർഗം ശക്തി പ്രാപിക്കുമ്പോൾ സത്യം മറയപ്പെടും. അപ്പോൾ ഹിന്ദുക്കളുടെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ശരിയാകണമെങ്കിൽ അവർ ഇന്നല്ലെങ്കിൽ നാളെ എപ്പോഴെങ്കിലും മാറി ചിന്തിച്ച് അവരുടെ പ്രമാണങ്ങളെ, ഹിന്ദുക്കളെ വേണ്ട, ഖുറാൻ വേണ്ട, അല്ലെങ്കിൽ ബൈബിൾ വേണ്ട, അവർക്കൊരു പ്രമാണമുണ്ടല്ലോ. ആ പ്രമാണത്തെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ എല്ലാ പ്രശ്നവും തീർന്നു. അവിടെയാണ് ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്, സ്വാമി ഹിന്ദുക്കളെ പഠിപ്പിക്കും, അതായത് സ്വാമി മുന്നോട്ട് ഇറങ്ങും. അപ്പോൾ ഞാൻ പറയും എനിക്ക് തലയ്ക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് മറക്കുന്നത് വരെ ഞാൻ അവരെ പഠിപ്പിക്കില്ല. അപ്പം തന്നെത്താൻ നശിച്ചിട്ട് നന്നാവണം എന്ന് ഞാൻ പറയാറുണ്ട്. സ്വാമിജി, ഈ ഒരു മണിക്കൂർ നമ്മുടെ ബുദ്ധിയുമായിട്ട് സംവദിക്കുകയായി. പലപ്പോഴും നമ്മൾ തുറന്നു വെച്ചിട്ടില്ലാത്ത ചിന്തകൾ സ്വാമിജി നമുക്ക് തുറന്നു തന്നു. പ്രവാചകന്റെ ലാളിത്യം, പ്രവാചകന്റെ ശൂരത രണ്ടും ഒരൊറ്റ വാക്ക്, ഒരു സെന്റൻസിൽ അദ്ദേഹം സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ തന്നെ വിലയില്ലായ്മയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. ഈ അറിവ്, താൻ ആർജിച്ചിട്ടുള്ള അറിവ്, അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അത് തന്നെ തൻ്റെ ഫുട് പ്രിന്റ്സ് ആയിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിവിടുന്ന്, അദ്ദേഹത്തിൻ്റെ ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് ശരിയില്ല, ഞാനിവിടുന്ന് മരിച്ചു പോയാൽ എനിക്കോർത്ത് കരയുന്ന ഒരു ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്ന, അത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് മനുഷ്യ കുലത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നില്ല. കൂടുതൽ കാലം ദൈവത്തിൻ്റെ സേവകനായിക്കൊണ്ട്, മനുഷ്യ സേവകനായിക്കൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ ആരോഗ്യവും ആയുസ്സും അല്ലാഹു ഏകദൈവം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇത്തരം ഒരു ചർച്ച ഇതിന് മുമ്പ് ഞാൻ മറ്റൊരു സ്വാമിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു സ്വാമിയാണ് ഗുരു നിത്യ ചൈതന്യൻ. ഞാൻ ഫാറൂഖ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ BEd കോളേജിലെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ്, ഞങ്ങളെ ആ കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഞങ്ങൾ 3 പ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. അനർഘമായിട്ട് അദ്ദേഹം പറയുന്നു. അത് മാത്രമല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്, ആ പറയുമ്പോൾ നിത്യജനത്തിൻ്റെ മുഖം ഇപ്പോഴും എനിക്ക് ഓർമ്മ.
അത് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് ആരെങ്കിലും ഇതിലുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല, പറയാൻ പറ്റില്ല. കാരണം എന്തായാലും അതാണ് ആ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിത്യനബി അന്ന് പറഞ്ഞു തന്നപ്പോൾ അതായിരുന്നു ഒരുപാട് കാലം സ്വലാത്ത് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിലേക്കുണ്ടായിരുന്നു. ഒരു മാനവകുലത്തിൻ്റെ മോചനത്തിന് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ഒരു വ്യക്തി, അദ്ദേഹം അവസാന കാലത്തേക്ക് വരെ എല്ലാം ത്യജിച്ചുകൊണ്ട് അവസാന കാലത്തിൻ്റെ പാപം ഏറ്റെടുത്ത് പോയതല്ല, പാപത്തിൽ നിന്നും സ്വയം രക്ഷിക്കാനുള്ള വിളക്ക് തന്ന് വിളക്ക് തന്ന് അല്ലെങ്കിൽ തിരിവട്ടം കാണിച്ചു തന്നിട്ട് പോയി പറഞ്ഞ ഒരു പുരുഷ വര്യനാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രവാചകന്റെ തന്നെ ഒരു അടുത്ത ഒരു സ്ത്രീ പറയുകയുണ്ടായി, നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കരയുന്നത് മറ്റൊന്നുമല്ല, ഇനി മുതൽ വഹി ഇറങ്ങുന്നത് നിന്നു പോകുമല്ലോ എന്നുള്ളത്. ആ വഹി ഇറങ്ങാത്തത് ഇന്ന പോലെ അത് ഓരോരുത്തർക്കും പ്രവാചകൻ ഏതൊക്കെ രീതിയിൽ കാണുമ്പോഴും അത് മനുഷ്യകുലത്തിന് എത്രമാത്രം വലിയ ഒരു തെളിച്ചമായിട്ടാണ് അദ്ദേഹം ബാക്കി വെച്ച് പോയത്. അതിനാണ് നമ്മൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞത്. നമ്മളത് എണ്ണി മില്യൺ കണക്കിന് ആക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ, ഇപ്പം അത് കച്ചവടത്തിൻ്റെ കാര്യമായിട്ട് കാലം മാറിയിട്ടുണ്ട്. ഏതായാലും ഇത്രയധികം ദിശാബോധം നൽകിയ ഒരു ക്ലാസ് നൽകിയതിന് അദ്ദേഹത്തെ പ്രത്യേകം ഒരിക്കൽ കൂടി MSSന്റെ പേരിൽ നന്ദി പറയുകയാണ്. മറ്റുള്ളവരോട് ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, MSS അടുത്ത് ഈ